सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम यस्तु श्रेयोर्थी सहस्रेषु कश्चिदेव आत्मविद् भवति त्वद्विधः। यस्माद् यस्तु श्रेयोर्थी सहस्रेषु कश्चिदेव आत्मविद् भवति त्वद्विधः। यस्माद् അടുത്ത മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. ശ്രേയസ്സിനെ അർത്ഥിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. നേരത്തെ പറഞ്ഞു ധീരഹ. പ്രായേണ ലോകം പ്രേയസിന്റെ മാർഗത്തിലാണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ അനേകായിരം പേരിൽ ഒരാളായിരിക്കാം ശ്രേയോ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഏതോ ഒരാൾ ജ്ഞാനസിദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിക്കുന്നു. യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വത. അങ്ങനെ പ്രയത്നിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് എന്നെ അറിയുന്നത്. അങ്ങനെ വളരെ ദുർലഭം പേരാണ് ശ്രേയോ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. അവരിൽ തന്നെ സഹസ്രേഷു കശ്ചിദേവാത്മവിദ് ഭവതി. അങ്ങനെ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഒരാളാണ് ആത്മജ്ഞാനിയായിട്ട് തീരുന്നത്. അതാണ്. ശ്രേയോർത്ഥികൾ തന്നെ കുറയും. പ്രായേണ ലോകം പ്രയോർത്ഥിയാണ്, പ്രേയസിനെയാണ് അർത്ഥിക്കുന്നത് പൊതുവെ. ശ്രേയോർത്ഥികൾ കുറയും. ആ ശ്രേയോർത്ഥികളിൽ തന്നെ ആയിരത്തിലൊരാൾ എന്ന് പറഞ്ഞാൽ അനേകം പേരിൽ ഒരാളാണ് ആത്മജ്ഞാനിയാവുന്നത്. ത്വദ്വിധ, നിന്നെപ്പോലുള്ള ആൾ. നീ ആരാ കേമൻ? അതാണ്. നിന്നെപ്പോലുള്ള വളരെ ചുരുക്കം പേരെ ആത്മജ്ഞാനിയാവുള്ളൂ കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു ഗുരുനാഥൻ ഇങ്ങനെ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അത് മുഖത്ത് വന്നാൽ മതി പൊയ്ക്കോ പറയാൻ. നിന്നെ പോലുള്ളവർ, ഓ നീ ആരാ? ത്വദ്വിധ. എന്തുകൊണ്ടെന്നാൽ ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്താ കുശലോസ്യ ലബ്ധാ ആശ്ചര്യോ ജ്ഞാതാ കുശലാനുശിഷ്ടഃ. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്താ കുശലോസ്യ ലബ്ധാ ആശ്ചര്യോ ജ്ഞാതാ കുശലാനുശിഷ്ടഃ. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ. ബഹുഭിഃ ശ്രവണായ അപി യഹ ന ലഭ്യഃ. ബഹുഭൂരിഭാഗം പേർക്കും യാതൊന്നിനെ കേൾക്കാൻ പോലും കിട്ടുന്നില്ല. ആത്മാ വിഷയകമായി പറയുന്നത് കേൾക്കാൻ തന്നെ കിട്ടുന്നില്ല. പറയുന്നതും വളരെ കുറവ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത് ചൈനമന്യ ശൃണോതി. ഇനിയാണ് ഏറ്റവും തമാശ. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. കണ്ടാലും കേട്ടാലും മനസ്സിലാവുകയില്ല. അതാണ് വലിയ പ്രശ്നമാണ്.
അപ്പൊ കേൾക്കാൻ തന്നെ കിട്ടണില്ല എന്നുള്ളതാ. ശ്രവണായാപി ബഹുബറിയോന ലഭ്യ. കേൾക്കാൻ തന്നെ കിട്ടണില്ല. അല്ല, എന്നിട്ട് എന്തായി? പിണറായി തിരിച്ചു വന്നോ? അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നോ? ഈ പാദപൂജ ചെയ്ത് ശരിയോ തെറ്റോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സ്വാമിയുടെ അഭിപ്രായം എന്താണ്? ശരി. അപ്പൊ ഇതൊക്കെയാണോ അപ്പൊ സ്വാമിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ? എടാ, ശ്രവണായാപി ബഹുബിർയോന ലഭ്യ. നമ്മള് വേദാന്ത വിചാരം എന്ന് പറഞ്ഞ് ഒത്തുകൂടിയാൽ പോലും നാട്ടുവർത്താനത്തിലാണ് പെടുന്നത്. ഒത്തുകൂടുന്നത് വേദാന്തം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ വർത്തമാനം പറഞ്ഞതൊക്കെയോ അതെല്ലാം നാട്ടുവർത്താനങ്ങൾ. അവിടെ പിണറായി എന്താ ഇപ്പൊ നാള് AICCന്റെ പുതിയ തീരുമാനം എന്താണ്? അല്ല, നമ്മളെ അദ്ദേഹം സദാനന്ദ മാഷ് രാജ്യസഭാ മെമ്പറായില്ലേ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എടാ, ഇതൊക്കെ വേണ്ട തന്നെയാണ്, വേണ്ടെന്ന് പറഞ്ഞില്ല. ഇത്തരം ലൗകിക വർത്തമാനങ്ങളിൽ നമ്മളങ്ങ് പെട്ടുപോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ അവിടെ അല്ല സ്വാമി നമ്മൾ എന്തിനാ ഒത്തുകൂടിയത്? കഠോപനിഷത്തായിരുന്നു അല്ലേ, മറന്നുപോയി, എന്നാ നമുക്ക് പഠിക്കുക. അങ്ങനെ അവസാനം നോക്കുമ്പോൾ ഒരു മന്ത്രം 2 മന്ത്രമായിട്ട് തിരിച്ചു പോവുക. നാട്ടുവർത്താനത്തിൽ പെട്ടുപോവാണ്. എന്താ ചെയ്യുക? ശ്രവണായാപി ബഹുബിർയോന ലഭ്യ. കേൾക്കാൻ തന്നെ കിട്ടുന്നില്ല. ഇനി കേട്ടുച്ചാലോ? കേട്ടു. ശൃണ്വന്തഃ അപി ബഹവഃ യം ന വിദ്യുഃ. കേൾക്കുന്ന ബഹുഭൂരിഭാഗം പേരും അറിയേണ്ടതിനെ അറിയുന്നില്ല, യാതൊരുവനെ അറിയുന്നില്ല. ബാക്കിയൊക്കെ അതിൻ്റെ അടുത്തു കൂടെ ഒക്കെ അറിയും, അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെ ഒക്കെ അറിയും, അറിയേണ്ടതിന് അറിയില്ല. ഒക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുകയും ചെയ്യും. അതാണ്. ചിന്തിക്കുക. അപ്പൊ പിന്നെ എന്താ വഴി? കേൾക്കാൻ തന്നെ കിട്ടണില്ല. ഇനി കേട്ടാലും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തൊരു വഴി മനസ്സിലാക്കാൻ? ഒറ്റ വഴിയേ ഉള്ളൂ. ആശ്ചര്യോവക്ത. ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആളായിരിക്കണം പറയുന്നത്. കുശലോസ്യ ലബ്ധ. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ലഭിക്കുന്നവൻ കുശലനായിരിക്കണം. ലഭിക്കുന്നവൻ കുശലനായിരിക്കണം. പറയുന്നവൻ ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആളായിരിക്കണം. പറയുന്നവൻ ആശ്ചര്യകരമായ ഗുണവിശേഷമുണ്ട്, പക്ഷെ കേൾക്കുന്നവൻ കുശലനല്ലെങ്കിലോ ഒരു പ്രയോജനമില്ല. കേൾക്കുന്നവൻ വളരെ കുശലനാ, പക്ഷെ പറയുന്നവൻ ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആളല്ലെങ്കിൽ എന്നാലും കാര്യമില്ല. രണ്ടും ഒക്കണം. ഇത് രണ്ടും യോജിക്കണം. എന്നാൽ ആശ്ചര്യോ ജ്ഞാത. അറിയുന്നവൻ ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആളാണ് അറിയുന്നത്. കുശലാനുശിഷ്ട. അനുശിഷ്ടൻ ശിഷ്യൻ കുശലനായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കുശലേന അനുശിഷ്ട ആശ്ചര്യ വക്ത. കുശലനായ ഗുരുനാഥനാൽ ഉപദേശിക്കപ്പെട്ടവനായിരിക്കണം പറയുന്നവൻ. അങ്ങനെ അർത്ഥം പറയാം. കുശലേന അനുശിഷ്ട കുശലാനുശിഷ്ട. കുശലശ്ച അനുശിഷ്ടശ്ച കുശലാനുശിഷ്ട. 2 രീതി പറയാം. കുശലശ്ച അനുശിഷ്ടശ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുശിഷ്ടൻ ശിഷ്യൻ കുശലനായിരിക്കണം. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ പറയണോ? ആവർത്തിക്കുകയാണ് ഉറപ്പിക്കാൻ. അല്ലെങ്കിലോ കുശലനായ ആചാര്യനാൽ ഉപദേശിക്കപ്പെട്ടവനായിരിക്കണം ഗുരുനാഥൻ. അതെ, കുറച്ച് കുറവുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഒപ്പിക്കാം. അതെ. അപ്പൊ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ. ഇത് രണ്ടും യോജിക്കണം. വിത്ത് നന്നാവണം, ഭേദശ കണ്ടവും നേരെ ആവണം. നല്ല വിത്താണ്, പാറപ്പുറത്ത് അട്ടച്ചാലോ ഒരു പ്രയോജനമില്ല. നല്ല കൃഷി ഭൂമിയാ,
പക്ഷെ വിത്ത് മര്യാദയ്ക്ക് അല്ലാച്ചാലോ അതുകൊണ്ടും പ്രയോജനമല്ല. ഇത് രണ്ടും യോജിക്കണം. ഇത് രണ്ടും യോജിച്ചാൽ തർക്കമില്ല. അതേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. അപ്പം നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കേട്ടുകൊണ്ടിരിക്കുകയല്ല. നമുക്കിപ്പോൾ ഗുരുനാഥനെ നേരെയാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്കൊന്നേ പറ്റൂ, നമ്മളെ നേരെയാക്കുക. ലോകത്തിൽ ഒരാളെപ്പോലും സ്വാധീനിക്കാനോ നന്നാക്കാനോ ചീത്തയാക്കാനോ നമുക്ക് കഴിയില്ല. ഒരാളെ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കുക എൻ്റെ കുട്ടിയല്ലേ, കുട്ടീനെ നേരെയാക്കാം, അല്ലെങ്കിൽ പത്നീനെ നേരെയാക്കാം, പതീനെ നേരെയാക്കാം. വെറുതെ തോന്നുകയാണ്. ലോകത്തിൽ ഒരാളെയും നന്നാക്കാനോ ചീത്തയാക്കാനോ നമുക്ക് കഴിയില്ല, ഉറപ്പാണ്. ഒറ്റയാളെ മാത്രമേ കഴിയുള്ളൂ, നമ്മളെ മാത്രം. മറ്റേ നമ്മൾ വെറുതെ വിചാരിക്കും. നമുക്കൊക്കെ ചിലപ്പോൾ തോന്നും നാട് മുഴുവൻ ഉപദേശിച്ച് നേരെയായി കളയാം. ഞാനുണ്ടല്ലോ ആധ്യാത്മിക പ്രഭാഷണമായിട്ട് തുടങ്ങിയാൽ നാട് മുഴുവൻ നേരെയാക്കാം, അതിനാണ് ഞാൻ പുറപ്പെടണത് എന്നൊക്കെ തോന്നും. എപ്പോൾ? തുടക്കത്തിൽ തോന്നും. പിന്നെ മനസ്സിലാവും എനിക്ക് ദക്ഷിണ കിട്ടാൻ ഗുണമായി എന്നല്ലാതെ വേറൊരു ഗുണം ഇതുകൊണ്ട് അല്ല, വേറൊരു ഗുണമില്ല. എനിക്ക് ദക്ഷിണ കിട്ടും, അല്ലാണ്ട് ഒരാളും ഇതുകൊണ്ട് ചീത്തയാവാനോ നന്നാവാനോ പോണില്ല. അതൊക്കെ വരും, എല്ലാം വരും. അപ്പോൾ അവനവനെ നേരെയാക്കുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. അതിന് ശ്രമിക്കുക. കുശലാനുശിഷ്ട, സ്വയം കുശലനായി തീരാൻ ശ്രമിക്കുക. അതിനാണ് സാധനകളൊക്കെ. എല്ലാ സാധനങ്ങളും ആ കുശലത നേടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം വരും, ഭക്തി എല്ലാം വരും. നോക്കൂ, ശ്രവണായാപി ശ്രവണാർത്ഥം ശ്രോതുമപി യോ ന ലഭ്യ ആത്മാ ബഹുഭിഃ അനേകൈഃ ശൃണ്വന്തഃ അപി ബഹവഃ അനേകേ അന്യേ യം ആത്മാനം ന വിദ്യുഃ ന വിദന്തി അഭാഗിനഃ അസംസ്കൃതാത്മാനഃ ന വിജാനീയുഃ കിഞ്ച അസ്യ വക്ത അപി ആശ്ചര്യഃ അദ്ഭുതവത് ഏവ അനേകേഷു കശ്ചിദേവ ഭവതി തഥാ ശ്രുത്വാപി അസ്യ ആത്മനഃ കുശലഃ നിപുണഃ ഏവ അനേകേഷു ലബ്ധ കശ്ചിദേവ ഭവതി തസ്മാദ് ആശ്ചര്യോ ജ്ഞാത കശ്ചിദേവ കുശലാനുശിഷ്ടഃ കുശലേന നിപുണേന ആചാര്യേണ അനുശിഷ്ടഃ. ശ്രവണായാപി ശ്രവണാർത്ഥം ശ്രോതും അപി യോ ന ലഭ്യഃ ആത്മാ ബഹുഭിഃ അനേകൈഃ. അതാണ് ശൃണ്വന്തഃ അപി ബഹവഃ അനേകേ അന്യേ യം ആത്മാനം ന വിദ്യുഃ ന വിദന്തി അഭാഗിനഃ അസംസ്കൃതാത്മാനഃ ന വിജാനീയുഃ കിഞ്ച അസ്യ വക്ത അപി ആശ്ചര്യഃ അദ്ഭുതവത് ഏവ അനേകേഷു കശ്ചിദേവ ഭവതി തഥാ ശ്രുത്വാപി അസ്യ ആത്മനഃ കുശലഃ നിപുണ ഏവ അനേകേഷു ലബ്ധ കശ്ചിദേവ ഭവതി യസ്മാത് ആശ്ചര്യോ ജ്ഞാത കശ്ചിദേവ കുശലാനുശിഷ്ടഃ കുശലേന നിപുണേന ആചാര്യേണ അനുശിഷ്ടഃ സൻ. അപ്പം ശ്രവണായാപി ശ്രവണാർത്ഥം ശ്രോതുമപി കേൾക്കാൻ പോലും ഈ ആത്മാവ് പലരാൽ ലഭിക്കപ്പെടുന്നില്ല. ഒന്ന് താല്പര്യമില്ല, രണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അധികവും നാട്ടുവർത്താനാണ് ലോകത്തിലുടനീളമുള്ളത്. നാലാൾ കണ്ടു കഴിഞ്ഞാൽ വർത്തമാനം പറയണതൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ്.
വിഷയെക്കുറിച്ചല്ല. എവിടെ ഒത്തുചേർന്നാലും വർത്തമാനങ്ങൾ അങ്ങനെയുള്ളത് മാത്രമാണ്. ഇനി ആത്മതത്വം പറയുന്നു എന്ന് പറഞ്ഞാലും അവിടെ പോയി ഒത്തുകൂടിയാലും വേറെ വർത്താനായിരിക്കും ഉണ്ടാവുക. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആത്മാവ് കേൾക്കാൻ പോലും കിട്ടണില്ല ബഹുഭൂരിപക്ഷം പേർക്കും. ആത്മാന്നുള്ള വാക്കൊക്കെ ആവർത്തിക്കും, പിന്നെ വേറെ വിഷയത്തിലേക്ക് പോകും. അങ്ങനെയാണ്. അതിനെ രണ്ടും ഒക്കണം. ഈ വത്സവൃത്തിയാത് പഠനം എന്ന് പറയാറുണ്ട്. വത്സവൃത്തിയിലാണ് പഠിക്കേണ്ടത്. പഠിക്കേണ്ടത് എങ്ങനെയാ? പഠിക്കേണ്ടത് വത്സവൃത്തിയിൽ പഠിക്കണം. വത്സവൃത്തി എങ്ങനെയാ? പശുക്കുട്ടി എങ്ങനെയാ? തള്ളേൻ്റെ അകടിലൊക്കെ ഒന്ന് പോയി ഒന്ന് മുഖോട്ടൊന്ന് ഉരച്ച് ചവിട്ട് കിട്ടിയാൽ അപ്പോൾ ഒന്ന് മാറി, പിന്നെ മെല്ലെ പോയി, പിന്നെ ഒന്ന് ഇങ്ങനെ നോക്കി 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 വേണം ചുരത്തി കിട്ടുക. അല്ലാണ്ട് എന്നാ കുടിച്ചോളൂ പറഞ്ഞിട്ട് പാല് വെച്ചു കൊടുക്കുകയൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് 2-3 ചവിട്ടൊക്കെ കൊള്ളാൻ തയ്യാറാവേണ്ടി വരും. അങ്ങനെ കുടിച്ചെടുക്കണം. പരയുടെ പാല് നുകർന്ന അവസ്ഥ. ശൃണ്വന്തഹാപി അനേകേ ബഹവഃ അന്യേയമാത്മാന വിദ്യുഹോ. ഇനിയിപ്പോൾ 1000കണക്കിൽ ഒരാൾക്കേ കേൾക്കാൻ കിട്ടുന്നുള്ളൂ. കേട്ടാൽ തന്നെ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? 1000കണക്കിന് ഒരാൾക്ക്. മറ്റൊരാൾക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ മനസ്സിലായത്? ആത്മാവ് സച്ചിദാനന്ദമാണ്. ഇത് സ്വാമിക്കറിയില്ലേ? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഇങ്ങനെ കുറേ മന്ത്രങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് സ്വയം ആത്മജ്ഞാനിയായിട്ട് പണ്ഡിതം മന്യമാനായിട്ട് അങ്ങനെ ഇരിക്കും. ഇതാണ് സ്ഥിതി. എടാ, മനസ്സിലാക്കേണ്ടതല്ല ആത്മാവ്. മനസ്സിലാക്കുന്നവന്റെ സ്വരൂപമാണ് ആത്മാവ്, മനസ്സിലാക്കപ്പെടേണ്ടതല്ല. ന വിദ്യുഹു ന വിദന്തി അഭാഗിനഃ. ഭാഗമില്ലാത്തവർ, ഭാഗ്യമില്ലാത്തവർ, അഭാഗിനഃ ഭാഗ്യമില്ലാത്തവർ. അസംസ്കൃതാത്മാനഃ. സംസ്കരിക്കപ്പെട്ടവരായിരിക്കണം. സംസ്കരിക്കപ്പെട്ട മനസ്സായിരിക്കണം. ശുദ്ധീകരിച്ച മനസ്സായിരിക്കണം. സംസ്കരിച്ചിട്ടില്ല, നേരിട്ട് പോയിട്ട് എന്താണ് ഉപനിഷത്ത് കേൾക്കുകയാണ്. സംസ്കരിക്കണ്ടേ? കർമ്മങ്ങളെ ചെയ്ത് ഉപാസനകളെ ചെയ്ത് അന്ധകരണം സംസ്കരിച്ചവരല്ലേ ഇത് കേട്ടാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ കേട്ടാൽ എന്ത് മനസ്സിലാവും? ചിന്തിക്കുക. അസംസ്കൃതാത്മാനഃ ന വിജാനീയുഹു. ആർക്കും മനസ്സിലാവില്ല. കിഞ്ച അസ്യ വക്താപി ആശ്ചര്യ. ഈ ആത്മാവിനെ കുറിച്ച് പറയുന്ന ആൾ ആശ്ചര്യമാണ്. അദ്ഭുതവത് അനേകേഷു സഹസ്രേഷു കശ്ചിദേവ ഭവതി. 1000 പേരിൽ ഒരാളെ ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നവരുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ പറയാൻ എന്തൊക്കെ വിഷയങ്ങളാണ് ലോകത്തുള്ളത്. ആത്മാവിനെ കുറിച്ച് പറയുന്നവർ വളരെ ചുരുക്കം, വളരെ ചുരുക്കം. തഥാ ശ്രുത്വാപി അസ്യ ആത്മനഃ കുശലഃ നിപുണ ഏവ അനേകേഷു ലബ്ധ കശ്ചിദേവ ഭവതി. ഇനി കേട്ടാ മനസ്സിലാക്കാനുള്ള കുശലത ഉള്ളവരോ 1000-ൽ ഒരാൾ. പക്ഷെ ഇത് രണ്ടും ഒത്തുചേർന്നാൽ കേമായി. ആശ്ചര്യകരമായിട്ടുള്ള ഗുണവിശേഷമുള്ള ആചാര്യനും കുശലനായ അനുശിഷ്ടനും ചേർന്നാൽ അതെ, അതാണ് വഴി, വേറൊന്നില്ല. യസ്മാത് ആശ്ചര്യോ ജ്ഞാത. ആശ്ചര്യകരമായ അത്ഭുതകരമായ 1000 പേരിൽ ഒരാളെ ജ്ഞാതാവുള്ളൂ. എങ്ങനെ? കശ്ചിദേവ കുശലേന അനുശിഷ്ട. നിപുണനാൽ അനുശിഷ്ടനായവൻ വളരെ ചുരുക്കേ ഉള്ളൂ. നിപുണനായ ഗുരുനാഥനാൽ അനുശാസിക്കപ്പെട്ടവൻ വളരെ ചുരുക്കേ ഉള്ളൂ. അവനെ വേറൊരാളെ നയിക്കാൻ പറ്റൂ. ബ്രഹ്മനിഷ്ഠം മാത്രമായതുകൊണ്ട് കാര്യമില്ല, ശ്രോത്രിയനുമായിരിക്കണം. ഒരു സമ്പ്രദായത്തിൽ പഠിച്ചവനായിരിക്കണം. അവനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലാത്തവന് പറ്റില്ല.
അവനവനുണ്ടാവും, കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് സമ്പ്രദായത്തെ പഠിച്ചവനായിരിക്കണം. ഞാനീ പറയണതൊക്കെ ഗുരുനാഥൻ പറഞ്ഞതാണ്. ഗുരുനാഥനോ? ഗുരുനാഥൻ പറഞ്ഞതാ. ഗുരുനാഥനോ? ഗുരുനാഥൻ പറഞ്ഞതാ. ഇങ്ങനെ പരമ്പരാപ്രാപ്തമാണ്. അങ്ങനെ ശ്രോത്രിയനായിരിക്കണം. അത് ശ്രദ്ധിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, അവനവൻ ആത്മഹത്യ ചെയ്യാൻ ഒരു കയറോ ഒരു സൂചിയോ ഒരു കത്തിയോ മതി. പക്ഷെ പ്രബലനായ വേറൊരാളെ കൊല്ലണമെങ്കിലോ ഒരു സൂചിയും കൊണ്ട് ഒരാളെ കൊല്ലാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കത്തിയും കൊണ്ട് ഒരാളെ കൊല്ലാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? പ്രബലനായ ആളെ പറ്റില്ല, പല സാധനങ്ങൾ വേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് സ്വാത്മവിചാരത്തിന് അനേക ശാസ്ത്രമൊന്നും വേണ്ട. പക്ഷെ മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കണമെങ്കിൽ ബഹുശാസ്ത്രം കയ്യിൽ വേണം. അത് പരമ്പരാഗതമായി പഠിച്ച ആൾക്കേ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കുശലേന ആചാര്യേന അനുശിഷ്ട. കുശലനായ ആചാര്യനാൽ അനുശിഷ്ടനായ ആളായിരിക്കണം ആചാര്യൻ. അത് ശ്രദ്ധിക്കുക. സമ്പ്രദായം എന്നുള്ളത് മുഖ്യമാണ്. ഒരു പരമ്പര. ഏവം പരമ്പരാപ്രാപ്തം. പരമ്പരാപ്രാപ്തമാണ് ഈ അറിവ്. അത് ഓർമ്മിക്കേണ്ടതാണ്. ഇന്ന് കാലം മാറി. ഇപ്പൊ പരമ്പരാപ്രാപ്തമായത് ഒരു ആവറേജ് ആൾക്കാർ ശ്രദ്ധിക്കും, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ശ്രദ്ധിക്കുക എന്താ? പുതിയ എന്തെങ്കിലും എന്ന് പറഞ്ഞാലാ. ഒരു സ്വയംഭൂ വന്നിട്ട് പുതിയൊന്ന് പറഞ്ഞാൽ തപ്പട പുതിയ എന്തോന്നുണ്ട് അവിടെ പോയി, അതിൽ പോയി, സ്വയംഭൂവിൻ്റെ അടുത്ത് പോയി, അവിടെ കുടുങ്ങും. എന്ത്? ചൈന. അത് ശരി. ചൈന എന്ന് പറഞ്ഞ് കളിയാക്കി ഇരിക്കണ്ട കേട്ടോ. ചൈന പുതിയ പുതിയ സാധനങ്ങൾ വിട്ടോണ്ടിരിക്കുക. അതെ അതതെ, വലിയ വിഷയമാണത്. അതുകൊണ്ട് പാരമ്പര്യത്തിന് വലിയ മൂല്യമുണ്ട്. പാരമ്പര്യത്തിനാണ് മൂല്യം. ഇവിടെ ചിലർ ചോദിക്കും, അപ്പോൾ സ്വയംഭൂ ആയിട്ടുള്ളവർ കൃതാർത്ഥരല്ലേ? അവർ കൃതാർത്ഥരായിരിക്കാം, പക്ഷെ അവർക്ക് നയിക്കാൻ കഴിയില്ല. അതുമില്ല, അതോടുകൂടി കഴിഞ്ഞു. അത് ശരി, അത് വലിയൊരു പോയിന്റാണത്. അതെ അതെ, സെയിൽസേ ഉള്ളൂ, സർവീസ് ഇല്ല. അത് കറക്റ്റാ, അത് വലിയ പോയിന്റാണ്. അതിപ്പോൾ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞേല്. അതെ അതെ, ഇങ്ങനെ പലതും വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. എന്നാൽ ഇന്ന് പറഞ്ഞത് ഫുൾ മാർക്കാണ്. അതിന് ഫുൾ മാർക്കാ. അത് ഫുൾ മാർക്കാ. സെയിൽസ് ഉണ്ടാവും, സർവീസ് ഉണ്ടാവില്ല. അത് ശരിയാ, അത് ശരിയാ, അത് വളരെ ശരിയാണ്. ശരി. കസ്മാത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്? കസ്മാത് നരേണാവരേണ പ്രോക്ത ഏഷ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാനഃ അനന്യ പ്രോക്തേ ഗതിരത്ര നാസ്തി അണിയാൻ ഹ്യതർക്യമണുപ്രമാണാത്. നരേണാവരേണ പ്രോക്ത ഏഷഃ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാനഃ അനന്യ പ്രോക്തേ ഗതിരത്ര നാസ്തി അണിയാൻ ഹ്യതർക്യമണുപ്രമാണാത്. ന അവരേണ നരേണ പ്രോക്തഃ ഏഷഃ ബഹുധാ ചിന്യമാനഃ അപി ന സുവിജ്ഞേയഃ.
അവരനായ മനുഷ്യനാൽ പറയപ്പെട്ടാൽ പല പ്രകാരം ചിന്തിക്കപ്പെട്ടാലും ഇത് മനസ്സിലാവില്ല. ആര് പറയണം? വരൻ പറയണം, ശ്രേഷ്ഠൻ പറയണം. സ്വയം അനുഭൂതി സമ്പന്നനല്ലാത്ത അവരനായ ആളാൽ പറയപ്പെട്ടാൽ പ്രോക്തേ ഏഷഃ ധർമ്മഃ ന സുവിജ്ഞേയഃ, ഇത് മനസ്സിലാവില്ല. ബഹുധാ ചിന്ത്യമാനഃ അപി, രണ്ടർത്ഥം പറയാം. ഒരർത്ഥം ബഹുധാ ചിന്ത്യമാനഃ അപി, പല പ്രകാരം ചിന്തിക്കപ്പെട്ടാലും മനസ്സിലാവില്ല, ഒരർത്ഥം. മറ്റൊരർത്ഥം ബഹുധാ ചിന്ത്യമാനഃ, പറയുന്ന ആള് ബഹുധാ ചിന്ത്യമാനഃ, പല പ്രകാരത്തിൽ ചിന്തിക്കുന്നവനാ, അവനുറപ്പില്ല. ആത്മാവ്, ജീവാത്മാവ് പരമാത്മാവ് രണ്ടാളുള്ളത് കേട്ടോ. എത്ര? രണ്ടുണ്ടോ? രണ്ടില്ല, ഒന്നേ ഉള്ളൂ. പ്രശ്നമാണ്. നേഹൻ അനാസ്തി കിഞ്ചന എന്ന് പറയുന്നുണ്ട്. ഒന്നേ ഉള്ളോ? അല്ല, അതിപ്പോ ഒരു പ്രശ്നമാണല്ലോ. ബഹുധാ ചിന്ത്യമാന, അയാൾ തന്നെ പല പ്രകാരം ചിന്തിക്കുകയാണ്, അയാൾക്ക് തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല അതിന്റെ. ബഹുധാ ചിന്ത്യമാന, അല്ലെങ്കിൽ ബഹുധാ ചിന്ത്യമാന അപി, പല പ്രകാരം ചിന്തിക്കപ്പെട്ടാലും മനസ്സിലാവില്ല. എത്ര മന്നം ചെയ്താലും മനസ്സിലാവില്ല. എപ്പോ? അവരനാൽ പറയപ്പെട്ടാൽ, ശ്രേഷ്ഠനല്ലാത്തവനാൽ, സ്വാനുഭൂതി സമ്പന്നനല്ലാത്തവനാൽ പറയപ്പെട്ടാൽ മനസ്സിലാവില്ല. അനന്യപ്രോക്തേ, എന്നാൽ അനന്യൻ പറഞ്ഞാലോ? അന്യഭാവമില്ലാത്തവൻ അനന്യൻ, ബ്രഹ്മനിഷ്ഠൻ, സ്വയമേവ താൻ ഉപദേശിക്കുന്ന തത്വം തന്നെയായിരിക്കുന്നവൻ അനന്യൻ, അന്യഭാവമില്ലാത്തവൻ. ആത്മാവ് അന്യമല്ല, താൻ ഉപദേശിക്കുന്ന ബ്രഹ്മം തന്നിൽ നിന്ന് അന്യമല്ല, ബ്രഹ്മനിഷ്ഠനാണ്. അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠനായ അനന്യൻ പറഞ്ഞാൽ അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി, അവിടെ മറ്റൊരു ഗതി ഇല്ല, മനസ്സിലാക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല എന്നാണ്. എന്ത്? അതെ, മനസ്സിലാക്കുക അല്ലാതെ വേറെ ഗതിയില്ല, മനസ്സിലാക്കും അനന്യം പറഞ്ഞാൽ. അതെവിടെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യും, അത് മതി, അത്ര മതി, പിന്നെ അത് വികസിച്ചോളും, പിന്നെ വികസിച്ചോളും. എവിടെയോ ഒരു ക്ലിക്ക് ചെയ്യും അനന്യം പറഞ്ഞാൽ. എന്താണ്? അണിയാൻ, അങ്ങേയറ്റം സൂക്ഷ്മമാണ് ഈ തത്വം. അതുകൊണ്ടാണ് അതർക്യം, ഇത് തർക്കത്തിന് വിഷയമല്ല, തർക്കിച്ചു മനസ്സിലാക്കേണ്ടതല്ല. ബഹുധാ ചിന്ത്യമാനഃ, പല പ്രകാരം ചിന്തിച്ച് തർക്കിച്ചു മനസ്സിലാക്കേണ്ടതല്ല ഇത്. അതാണ് അതർക്യം. നൈഷാ തർക്കേണ മതിരാപനേയ എന്ന് പറയാൻ പോകുന്നുണ്ട്. ഈ ആത്മജ്ഞാനം തർക്കം കൊണ്ട് നേടേണ്ടതല്ല, തർക്കിച്ചു നേടേണ്ടതല്ല. അതർക്യം അണുപ്രമാണാത്, അണുപ്രമാണം കൊണ്ട് അതീവ സൂക്ഷ്മമാണ്, അത്യന്ത സൂക്ഷ്മമാണ് വിഷയം. അതുകൊണ്ട് സ്വാനുഭൂതി സമ്പന്നം പറഞ്ഞാൽ മനസ്സിലാവും, അല്ലാണ്ട് മനസ്സിലാവില്ല. അപ്പം നമുക്കൊരു തകരാറ് പറ്റും. ഞാൻ പോയി കേട്ടു നോക്കിയിട്ടോ കുറച്ച്, എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല, അതുകൊണ്ട് പറഞ്ഞ ആള് സ്വാനുഭൂതി സമ്പന്നൻ അല്ല. അപ്പോഴോ എൻ്റെ ഗുരു ശരിയില്ല, ഗുരു ഒട്ടും ശരിയില്ല. എന്താ കാരണം? ഞാൻ കുറെ കേട്ടു നോക്കി, എനിക്കൊന്നും മനസ്സിലാവണില്ല, അതുകൊണ്ട് ഗുരു ശരിയില്ല. ഏതാ ഗുരു ശരിയില്ല? നീ കുശലാനുശിഷ്ട, നീ കുശലനാണോ അത് നീ നോക്കണ്ടേ? നീ കുശലനാണോ എന്നുള്ളതും കൂടി നോക്കണ്ടേ? രണ്ടും ഒക്കണ്ടേ? അതാണ്. നോക്കൂ,
നഹി നരേണ മനുഷ്യേണ അവരേണ പ്രോക്തഃ അവരേണ ഹീനേന പ്രാകൃതബുദ്ധിന ഇത്യേതത് ഉക്തഃ ഏഷ ആത്മാ യം ത്വം മാം പൃച്ഛസി നഹി സുഷ്ഠു സമ്യക് വിജ്ഞേയഃ വിജ്ഞാതും ശക്യഃ യസ്മാത് ബഹുധാ അസ്തി നാസ്തി കർത്ത അകർത്ത ശുദ്ധഃ അശുദ്ധഃ ഇത്യാദി അനേകധാ ചിന്ത്യമാനഃ വാദിഭിः കഥം പുനഃ സുവിജ്ഞേയഃ ഇത്യുച്യത്തെ അനന്യപ്രോക്തേ അനന്യേന അപൃഥക് ദർശിന ആചാര്യേണ പ്രതിപാദ്യ ബ്രഹ്മാത്മഭൂതേന പ്രോക്തേ ഉക്തേ ആത്മനി ഗതിഃ അനേകഥാ അസ്തി നാസ്തി ഇത്യാദി ലക്ഷണ ചിന്ത ഗതിരത്ര അസ്മിൻ ആത്മനി നാസ്തി ന വിദ്യതേ സർവവികൽപഗതി പ്രത്യസ്തമിതത്വാദാത്മനഃ അഥവാ സ്വാത്മഭൂതേ അത് പിന്നെ ആവാം. ശരി. നഹി നരേണ മനുഷ്യേണ അവരേണ പ്രോക്തഃ അവരേണ ഹീനേന പ്രാകൃതബുദ്ധിന ഇത്യേതത് ഉക്തഃ ഏഷഃ ആത്മാ യം ത്വം മാം പൃച്ഛസി നഹി സുഷ്ഠു യം നഹി സുഷ്ഠു സമ്യക് വിജ്ഞേയഃ വിജ്ഞാതും ശക്യഃ യസ്മാത് ബഹുധാ അസ്തി നാസ്തി കർത്ത അകർത്ത ശുദ്ധഃ അശുദ്ധഃ ഇത്യാദി അനേകധാ ചിന്ത്യമാനഃ വാദിഭിः കഥം പുനഃ സുവിജ്ഞേയഃ ഇത്യുച്യത്തെ അനന്യപ്രോക്തേ അനന്യേന അപൃഥക് ദർശിന ആചാര്യേണ പ്രതിപാദ്യ ബ്രഹ്മാത്മഭൂതേന പ്രോക്തേ ഉക്തേ ആത്മനി ഗതിഃ അനേകഥാ അസ്തി നാസ്തി ഇത്യാദി ലക്ഷണ ചിന്ത ഗതിഃ അത്ര അസ്മിൻ ആത്മനി നാസ്തി ന വിദ്യതേ സർവവികൽപഗതി പ്രത്യസ്തമിതത്വാദ് ആത്മനഃ. അപ്പോ അവരേണ നരേണ പ്രോക്തേ ഏഷഃ ന സുവിജ്ഞേയഃ. അവരനായ മനുഷ്യനാൽ, ഹീനനായ പ്രാകൃത ബുദ്ധിയായ മനുഷ്യനാൽ പറയപ്പെട്ടാൽ ഇത് മനസ്സിലാവില്ല. അയാളെ പ്രകൃതിവശകനാ. സ്വയം പ്രകൃതിവശകനായ ആള് ഉപദേശിച്ചാൽ ഇത് മനസ്സിലാവില്ല. നല്ലോണം പഠിച്ചിട്ടുണ്ടാവും, വ്യാഖ്യാനിക്കാൻ കഴിയും, എല്ലാം കഴിയും. പക്ഷെ സ്വയം പ്രകൃതിവശകനാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു ദൃഷ്ടാന്തമുണ്ട്. ഉയർന്നുയർന്നുയർന്നുയർന്നുയർന്ന് പറക്കുന്ന പരുന്ത്. നോട്ടം എവിടെയാണ്? താഴെയുള്ളതായ ഇറച്ചി കഷ്ണങ്ങളും കൃമികീടങ്ങളുമാണെന്ന്. അതുപോലെ തന്നെയാണ് ഇയാൾ വേദാന്തത്തിൻ്റെ പുസ്തകജ്ഞാനത്തിൽ അങ്ങ് ഉയർന്ന വിഹരിക്കണത്. പക്ഷെ നോട്ടം ദക്ഷിണയിലും പ്രസിദ്ധിയിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ ആയിരിക്കും. അതാണ് പ്രാകൃത ബുദ്ധി. പ്രാകൃത ബുദ്ധി പറഞ്ഞാൽ മനസ്സിലാവില്ല. നൈ സുഷ്ടു സുവിജ്ഞേയ വിജ്ഞാതും ശക്യ. മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇത് ആത്മാവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ബഹുധാ അസ്തി, ബഹുധാ ചിന്ത്യമാന, പല പ്രകാരം ചിന്തിക്കപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, എന്താ പറയണത്, ശുദ്ധ അശുദ്ധ, അസ്തി നാസ്തി, കർത്ത അകർത്ത, ഇങ്ങനെയൊക്കെ. ചിലർ പറയണു അസ്തി ആത്മാ, ആത്മാവുണ്ട്. വേദാന്തികൾ, വൈശേഷികന്മാർ ഒക്കെ പറയണത് ആത്മാവ് ഉണ്ട്.
ആത്മാവുണ്ട്. എന്നാൽ ബൗദ്ധന്മാർ, ശൂന്യവാദികളൊക്കെ പറയണത് ആത്മാവ് എന്നൊന്ന് ഇല്ല. അപ്പോൾ ഒരിടത്ത് പോയി ബാഗൊക്കെ തൂക്കി അങ്ങനെ ഒരിടത്ത് പോയി പ്രസംഗത്തിന് പോയി. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ആത്മാവ് ഉണ്ട്. അപ്പോൾ ഉണ്ട് കേട്ടോ, ശരിയാണ്. അപ്പോഴപ്പുറത്ത് വേറൊരു പ്രസംഗമുണ്ട്. ഇവനതാണ് പണി, ഇവന് വേറെ പ്രൊഫഷണൽ കേൾവിക്കാരനാണ്. അവിടെ തന്നെ അവിടെ കേട്ടപ്പോൾ ചെന്നപ്പോൾ എന്താ? ഇല്ല, നാസ്തി. ശരിയാണ്, അതുമില്ല, സംശയമായി. രണ്ടാമത്തെ പ്രശ്നം അസ്ഥി നാസ്തി കഴിഞ്ഞാൽ പിന്നെന്താണ്? കർത്ത അകർത്ത. വേദാന്തിയുടെ പ്രസംഗം കേൾക്കാൻ പോയി. ചിദാനന്ദപുരസ്വാമിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ പോയി കേട്ടു. അകർത്താവാണ് ആത്മാവ്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, കർത്തൃത്വമില്ല. അതുപോലെ തന്നെ സാഖ്യന്മാർ പറയും പുരുഷൻ കർത്താവല്ല, അകർത്താവാണ്. അപ്പോൾ കുറച്ചപ്പുറത്തൊരു ഭക്തി പ്രഭാഷണമുണ്ട്. അവിടെ ചെന്നപ്പോഴെന്താ? ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നത്. ഈ ലോകം മുഴുവൻ ഉണ്ടാക്കുന്നത്, എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ്. അപ്പം എന്താണ്? കർത്താവാണ്. പ്രശ്നമായി. അവിടെയും സംശയമായി. പോന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? പുറത്ത് വന്നു. വേദാന്തിയുടെ പ്രസംഗം കേൾക്കാൻ പോയി. വേദാന്തി പറഞ്ഞു ശുദ്ധനാണ് ആത്മാവ്, ശുദ്ധം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വൈശേഷികൻ്റെ പ്രസംഗം ഉണ്ട് അപ്പുറത്ത്. നൈയായികനും ഉണ്ട്. നൈയായികനും വൈശേഷികനും ഒന്നിച്ചാ പ്രസംഗിക്കുന്നത്. അവർ പറഞ്ഞെന്താ വെച്ചാൽ, ആത്മാവ് മനസ്സുമായി സംയോഗിക്കുമ്പോൾ, ആത്മമനസ് സംയോഗജമായിട്ടാണ് ബോധം വരുന്നത്. അപ്പോൾ ആത്മാവിൽ സ്വതവേ വൃത്തികളൊക്കെ ഉണ്ടാവുന്നുണ്ട് മനസ്സുമായിട്ട് സംയോഗിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആത്മാവ് എന്താണ്? അശുദ്ധമാണ്, ശുദ്ധമല്ല. ഇങ്ങനെ പല വാദികൾ പല പ്രകാരത്തിൽ പറയുന്നത് കൊണ്ട് സ്വാനുഭൂതി സമ്പന്നനായ ഗുരുവല്ല ഉപദേശിക്കണതെങ്കിൽ മനസ്സിലാവുക ഇല്ല. അതാണ് ബഹുധാ ചിന്ത്യമാനത്വം. അത് കഥം പുനഃ സുവിജ്ഞേയ. പിന്നെ എങ്ങനെയാ മനസ്സിലാവുക? ചോദ്യം. അനന്യപ്രോക്തേ. ഒറ്റ വഴിയേ ഉള്ളൂ. അനന്യപ്രോക്തേ. അനന്യൻ പറഞ്ഞാൽ പിന്നെ ഈ പല ഗതിയില്ല. അങ്ങനെയാണോ ഇങ്ങനെയാണോ, ശുദ്ധാണോ അശുദ്ധാണോ, കർത്താവാണോ അകർത്താവാണോ, ഭോക്താവാണോ അഭോക്താവാണോ, ഏകനാണോ പലതാണോ, ഈ ചോദ്യങ്ങളൊന്നും പിന്നെ ശേഷിക്കില്ല. എപ്പോ? അനന്യൻ പറഞ്ഞാൽ. അതുകൊണ്ട് അനന്യനിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമേ ആത്മജ്ഞാനത്തിന് വഴിയുള്ളൂ. അനന്യപ്രോക്തി അനന്യേന അപൃഥക് ദർശിന. ആത്മാവിനെ വേറിട്ട് കാണാത്തവനാൽ പറയപ്പെടണം. ആചാര്യേണ, അങ്ങനെയുള്ള ആചാര്യനാൽ. പ്രതിപാദ്യ ബ്രഹ്മാത്മഭൂതേന, പ്രതിപാദിക്കപ്പെടുന്ന ബ്രഹ്മമായി സ്വയം തീർന്ന ബ്രഹ്മനിഷ്ഠൻ ഉപദേശിച്ചാൽ മനസ്സിലാക്കല്ലാതെ വഴിയില്ല. പ്രോക്തേ ഉക്തേ ആത്മനി ഗതി അനേകഥ അസ്തി നാസ്തി ഇത്യാദി ലക്ഷണ ചിന്ത നാസ്തി. ഉണ്ടോ ഇല്ലയോ, കർത്താവാണോ അകർത്താവാണോ, ഇങ്ങനത്തെ ഒരു ചിന്തയില്ലാതെ ഉറയ്ക്കും ആത്മജ്ഞാനം. അനന്യൻ പറഞ്ഞാൽ സർവവികൽപ്പ ഗതി പ്രത്യസ്തമിതത്വ. എല്ലാ വികൽപ്പഗതികളും അസ്തമിച്ചു. ആത്മാവിനെ സംബന്ധിക്കുന്ന എല്ലാ വികൽപ്പങ്ങളും അവിടെ അസ്തമിച്ചു. ശിഷ്യൻ അവിടെ സ്വബോധമുള്ളവനായി. ഇങ്ങനെ അനന്യനിൽ നിന്ന് കേൾക്കേണ്ടതാകുന്നു. അല്ല, ആത്മാവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ പല പ്രകാരം വാദങ്ങൾ വേദാന്തത്തിൽ തന്നെ ഉണ്ടല്ലോ. ദ്വൈതിയുണ്ട്, വിശിഷ്ടദ്വൈതിയുണ്ട്, അദ്വൈതിയുണ്ട്, ഭേദാഭേദവാദിയുണ്ട്, ശുദ്ധാദ്വൈതിയുണ്ട്. പല ജാതിവാദങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. ഇത് പലത് കേൾക്കുമ്പോഴത്തേക്ക് ഭ്രമിച്ചു പോവാണ്. ഇനി ആത്മാവ് എന്നുള്ളത് ഒരു പദാർത്ഥമായിട്ട്, ദ്രവ്യമായിട്ട് വൈശേഷികന്മാരും എടുക്കുന്നുണ്ട്. വൈശേഷിക മതത്തിലും ആത്മാവുണ്ട്. അപൃഥക് ദർശി.
പൃഥക് ദർശി അല്ലാത്ത ആള്, പൃഥക് വേറിട്ട് കാണുക, തന്നിൽ നിന്ന് വേറിട്ട് തത്വത്തെ കാണുന്നവൻ പൃഥക് ദർശി. അപൃഥക് ദർശി തന്നിൽ നിന്ന് വേറിട്ട് കാണാത്ത ബ്രഹ്മനിഷ്ഠൻ, അനന്യൻ. അനന്യനാൽ പറയപ്പെടണം. ഇതല്ലെങ്കിൽ വേറെയും അർത്ഥമുണ്ട്. രണ്ട് തരം കൂടി അർത്ഥം പറയുന്നുണ്ട്, അഥവാ അഥവാ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പഠിക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം